പ്രശ്നനിരൂപണം എന്നുള്ളതാണ് ആരംഭിക്കുന്നത് വിവേകചൂടാമണിയിലെ. ശിഷ്യോവാച കൃപയാ ശ്രീയതാം സ്വാമിന്, കൃപയോടെ സ്വാമിയായിട്ടുള്ള ഗുരുനാഥനെ കേൾക്കൂ. പ്രശ്നോയം ക്രിയതേമയ, ഞാൻ കേൾവി ചോദിക്കുകയാണ്, ചോദ്യം ചോദിക്കുകയാണ്. യദുത്തരമഹം ശ്രുത്വ, ഏതുത്തരം ഞാൻ കേട്ടതിന് ശേഷം കൃതാർത്ഥാസ്യാം മഹാൻ ഭവസുഖം, കൃതാർത്ഥനാവും, എനിക്ക് സുഖം ഉണ്ടാവും. കൃതാർത്ഥത എന്നുള്ളതായ സുഖം എനിക്ക് ഏതിനെ കൊണ്ട് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. കൃപയാ സൂയതാം സ്വാമിൻ, ഇതാണ് ഗുരുവിനോട് ചോദിക്കുന്നതായ രീതി. പാരമ്പര്യമായിട്ട് പഠിക്കുന്ന ഒരു രീതി. കൃപയാ ശ്രീയതാം സ്വാമിൻ പ്രശ്നോയം ക്രിയതേമയ, ഞാൻ ചോദിക്കുകയാണ്. ഏതുത്തരമഹം ശ്രുത്വ, ഏതുത്തരം ഞാൻ കേട്ടുകഴിഞ്ഞാൽ കൃതാർത്ഥാസ്യാം ഭവാൻ മുഖാത്, നിങ്ങളുടെ മുഖത്തിൽ നിന്ന് കേൾക്കുന്നതുകൊണ്ട് ഞാൻ കൃതകൃത്യത എന്നുള്ളത് ഏതുത്തരം കൊണ്ട് കിട്ടും എന്നുള്ളതാണ് ചോദിക്കുന്നത്. സൂക്ഷ്മമായ ചോദ്യമായിരുന്നു. കോ നാമ ബന്ധ കഥമേഷ ആഗത, ഈ ബന്ധം എന്നുള്ളത് എന്തുകൊണ്ട് വന്നു? കഥമേഷ, എങ്ങനെ ഈ ബന്ധം വന്നത്? കോ നാമ ബന്ധം, ഏതിനാണ് ബന്ധം എന്ന് പറയുന്നത്? എങ്ങനെയായത് വന്നത്? കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷ, ഈ ബന്ധപ്രതിഷ്ഠ എങ്ങനെയാണ്? ഈ ബന്ധത്തിൽ നിന്ന് എങ്ങനെയാണ് മോക്ഷം കിട്ടല്? കോസാ അനാത്മാ പരമഃ ആത്മാ, ഏത് അനാത്മാ ഏത് പരമാത്മാ? അയോർ വിവേക കഥമേതത് ഉച്ചത, ഇതിനെ വിവേകം ചെയ്തിട്ട് പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്. ഏത് കനാമബന്ധ കഥമേഷ ആഗത, ഏത് നാമ ഏത് ബന്ധം, പേരിനുള്ള ബന്ധം ഏതാണ്? ഏഷ ആഗത കഥ, ഈ പേരിലുള്ള ബന്ധം എന്തുകൊണ്ട് വന്നു? ഏത് ഈ നാമവും ഈ ബന്ധു, ഈ പേരും ഈ ശരീരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് നാരായണനോ കൃഷ്ണനോ ഗോവിന്ദനോ നമുക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷ, ഇതിലാണ് പ്രതിഷ്ഠ, ഇതിൽ എങ്ങനെയാണ് ഈ മോക്ഷം? കോസ അനാത്മാ പരമഃ ആത്മാ, ഏത് കോസ അനാത്മ ഏത് അനാത്മാ ഏത് പരമഃ ആത്മാ പരമായ ആത്മ ഏത്? അയോർ വിവേക കഥമേതത് ഉച്ചത, അത് വിവേകം എന്നല്ല എങ്ങനെയാണെന്ന് പറഞ്ഞതാ. ശിഷ്യനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നു. ധന്യോസി കൃതകൃത്യോസി, ഞാൻ ധന്യനാണ്, ധനവാനാണ്, കൃതകൃത്യനാണ്, ഇനിയൊന്നും നിനക്ക് ചെയ്യാനില്ല. അതായത് ആത്മീയമായ ഒരു വിഷയം ഞാൻ അറിഞ്ഞിരിക്കുന്നത്, അത് ഞാൻ ഒരു ശിഷ്യന് പറഞ്ഞു കൊടുത്താലിന് എൻ്റെ കൃതകൃത്യ ഞാൻ ചെയ്യാനൊന്നുമില്ല. ധന്യോസി കൃതകൃത്യോസി പാവിതന്തേ കുലം ത്വയ, നീയും ധന്യനാണ്, ഞാൻ പറഞ്ഞു തരുന്നതുകൊണ്ട് എൻ്റെ കൃതകൃത്യത ഞാൻ ചെയ്തു കഴിഞ്ഞു. പാവിതന്തേ കുലം ത്വയ, നീ നിന്റെ കുലത്തിനെ പുണ്യം ചെയ്ത കുലമാക്കി തീർത്തു. ഏത് അവിദ്യാ ബന്ധമുക്തിയ, അവിദ്യ എന്നല്ല ബന്ധത്തിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രഹ്മീ ഭവിതു ഇച്ഛതി, നീ ബ്രാഹ്മണനാവാൻ ആശപ്പെടുന്നു, താത്വികനാവാൻ ആശപ്പെടുന്നു. ഫിലോസഫിക്കൽ ലുക്ക് എന്ന് എനിക്ക് വന്നിട്ടുണ്ട് അർത്ഥം. ധന്യോസി കൃതകൃത്യോസി, നീ ധന്യനാണ്, കൃതകൃത്യനാണ്. പാവിതന്തേ കുലം ത്വയ, നിന്റെ കുലത്തിനെ നീ പുണ്യം ചെയ്തു, കുലത്തിന് വേണ്ടുന്ന പുണ്യം നീ ചെയ്തു. യഥവിദ്യാ ബന്ധമുക്തിയ, അവിദ്യ എന്നുള്ള ബന്ധത്തിൽ നിന്ന് മുക്തി ഉണ്ടാവുന്നതുകൊണ്ട് ബ്രഹ്മീഭവതും ഇച്ഛതി, നീ ബ്രാഹ്മണനാവാൻ ആഗ്രഹിക്കുന്നു, താത്വികനാവാൻ ഫിലോസഫർ ആവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയും സ്വപ്രയത്ന പ്രധാനത, താൻ പ്രയത്നിക്കുന്നതാണ് ഇതിന്റെ പ്രധാനം എന്നാണ് പറയുന്നത്. ഹെഡ്ലി, അതായത് തന്റെ പ്രയത്നമാണ് തന്റെ ലക്ഷ്യപ്രാപ്തി ആണ് പറയുന്നത്. ഋണമോചന കർത്താരഹ പിതുസന്ധി സുധാതയ, കടുണ്ടെങ്കിൽ അത് തീർക്കാൻ അച്ഛൻ്റെ കടൻ മക്കൾ തീർക്കും. ബന്ധമോചന കർത്താത്തു, ബന്ധനത്തിൽ നിന്ന് മോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കർത്തൃത്വം എന്നുള്ളത് സ്വസ്മാത് അന്യോന്ന കഷ്ടം, തന്റെ ബന്ധത്തിന് തനക്ക് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ താനല്ലാണ്ട് വേറൊരിടത്തിനും അത് ചെയ്യാനാവും. കടമുണ്ടെങ്കിൽ മക്കൾ തീർക്കും, ഇല്ലെങ്കിൽ ബന്ധുക്കളെ സഹായിക്കും. പക്ഷെ തനക്കുള്ളായ ബന്ധം ഇപ്പം ഗുരുവിനോട് ചോദിച്ചുകൊണ്ട് ഗുരു ഉപദേശിക്കുന്നതുകൊണ്ട് താൻ തന്നെ കടം തീർക്കണം. വാൽമീകി അങ്ങനെയാണല്ലോ,
താൻ ചെയ്യുന്ന പാപത്തിന്റെ പങ്ക് പറ്റില്ല എന്ന് പറഞ്ഞ സമയത്തല്ലേ വാൽമീകി താൻ എന്ത് ചെയ്യണമെന്നില്ല ഉണർന്നത്. അതുപോലെ തന്നെ മുനികൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. സാക്ഷാത്കാരം കൊണ്ട് തന്നെയാണ് താൻ എന്ത് ചെയ്യണം, തന്റെ ബന്ധങ്ങൾ ഒഴിവാക്കുന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ്. മസ്തകന്യസ്തഭാരാതേ, തലയിൽ ഭാരം വെച്ച് കഴിഞ്ഞാല് ദുഃഖമന്യേ നിവർത്തയേത്, ആ തലയിൽ വെച്ച ഭാരത്തിന്റെ ദുഃഖം വേറൊരാൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? വേറൊരാൾ എങ്ങനെ അത് ഭാരത്തിന് കുറച്ചു കൊടുക്കും? സുതാധികൃത് ദുഃഖന്തു, പശു കൊണ്ടുള്ളായ ദുരിതായത്, വിഷമമില്ലായ കഷ്ടമുള്ളത്, ഇതിനാ സേന കേനച്ചിട്ട്, ഞാൻ എന്റെ ഭക്ഷണം കഴിച്ച് എന്റെ വിശപ്പ് മാറ്റിയാൽ മാത്രമേ ആ കഷ്ടം നിവർത്തിയാവുള്ളൂ, വേറൊരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടാവുന്നില്ല. അതുപോലെ ബന്ധന നിവർത്തി എന്നുള്ളത് അവരവരൊക്കെ അവരവരങ്ങ് ചെയ്ത് തീർത്താൽ മാത്രമേ അവരവരെ ബന്ധനത്തിൽ നിന്ന് അവരവർ നിവൃത്തരാവാൻ പറ്റുള്ളൂ. പഥ്യമൗഷധ സേവാച ക്രിയതേ ഏന രോഗിണ, ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗം പോകണമെന്നുണ്ടെങ്കിൽ ആ രോഗത്തിന് വേണ്ടതായ ഔഷധം സ്വീകരിക്കണം, അതിന് വേണ്ടതായ പഥ്യങ്ങൾ എടുത്തുക്കണം. യോഗമാർഗം ചെയ്യുന്നതെങ്കിൽ ആ യോഗാഭ്യാസം ചെയ്യണം, യോഗാസനം ചെയ്യണം. പഥ്യം ഔഷധ സേവാച, യോഗാസനം എന്നുള്ളത് മറ്റ് രോഗ നിവർത്തിക്ക് ഏറ്റവും കൂടുതൽ വേഗത്തിൽ മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. ആ യോഗം ചെയ്യുന്ന സമയത്ത് വാതരോഗങ്ങളായാലും ചില സംബന്ധങ്ങൾ പെട്ടെന്ന് പോകുന്നുണ്ട്. പഥ്യം ഔഷധ സേവാച, ഔഷധ സേവ സമയത്തിന് ചെയ്യണം. ക്രിയതേ ഏന രോഗിണ, ഏത് രോഗിക്കാണോ ഔഷധം ആവശ്യമുള്ളത്. ആരോഗ്യസിദ്ധി ദൃഷ്ടാസ്യ, ഔഷധം കഴിച്ചു കഴിഞ്ഞാൽ ആരംഭത്തിലെ വ്യാധിക്ക് മരുന്ന് കൊടുത്ത് ആരംഭത്തിലെ പോകും. ദൃഷ്ടാസ്യ അനുഷ്ഠിത കർമ്മ, വേറൊരു കർമ്മം കൊണ്ട് ആ രോഗം പോകില്ല. രോഗം പോകാനെല്ലാം മരുന്ന് കൊടുക്കണം. അത് മണിമന്ത്ര ഔഷധമാണെന്ന് വെച്ചാൽ മണിമന്ത്ര ഔഷധം കൊടുക്കണം. അല്ല തത്കാലത്തേക്ക് പോകേണ്ടത് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ളത്. എല്ലാ കാലത്തിലും പോകണമെന്നുണ്ട് അതിനനുസരിച്ചുള്ള ആത്മീയമായ ചൈതന്യം നമ്മൾ സമ്പാദിച്ചാണ്. വസ്തുസ്വരൂപം സ്ഫുടബോധ ചക്ഷുഷ, വാസ്തവസ്വരൂപം എന്നല്ല സ്പഷ്ടമായ കണ്ണുകൊണ്ട് തന്നെ കാണണം, ശാസ്ത്രീയ ദൃഷ്ടി കൊണ്ട് തന്നെ കാണണം. സ്വേനൈവ വേദ്യം അത് പണ്ഡിതേന, താൻ തന്നാലിനെ അറിയണം. പണ്ഡിതൻ അത് പണ്ഡിതേന, ഒരു പണ്ഡിതനെ അറിഞ്ഞുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടില്ല. അവരവരെ രക്ഷപ്പെടാൻ അവരവരിനെ അറിയണം. അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ അറിഞ്ഞുകൊണ്ട് ആ പണ്ഡിതൻ രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ ആ പണ്ഡിതനിൽ നിന്ന് വേറൊരു പണ്ഡിതൻ ഉണ്ടാവുന്നതോടുകൂടെ അവരവന്റെ നിവൃത്തി അവരവന്റെ ബന്ധത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടും. ചന്ദ്രസ്വരൂപം നിജചക്ഷുഷൈവ, ചന്ദ്രസ്വരൂപം നിജചക്ഷുഷൈവ, ചന്ദ്രന്റെ രൂപം സ്വന്തം കണ്ണുകൊണ്ട് ജ്ഞാതവ്യമന്യേ അവഗമ്യതേക്കും, ചന്ദ്രന്റെ വെളിച്ചം ഇത് സൂര്യന്റെ വെളിച്ചം അവരവരെ കണ്ണുകൊണ്ട് അറിഞ്ഞിട്ട് തന്നെ ഇത് ചന്ദ്രനാണ് സൂര്യന്റെ അവരാണ്. വേറൊരാൾ ചന്ദ്രന്റെ കണ്ണുകൊണ്ട് നമുക്ക് ചന്ദ്രന്റെ സ്വരൂപം അറിയില്ല, നമുക്ക് സൂര്യന്റെ സ്വരൂപം അറിയില്ല. ചന്ദ്രസ്വരൂപം നിജചക്ഷുഷൈവ ജ്ഞാതവ്യമന്യേ അവഗമ്യതേക്കും, അറിയേണ്ടത് അറിയില്ല, അവരവരെ കണ്ണുകൊണ്ട് പറഞ്ഞാലേ അവർ. അതുപോലെ ബന്ധം എന്നുള്ളത് പോകണമെന്നുണ്ടെങ്കിൽ അവരവരെ അറിയണം. അത് വേറൊരാൾ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ഭാര്യ അറിഞ്ഞുകൊണ്ട് ഭർത്താവിന് ബന്ധം നിവൃത്തിയാവില്ല, ഭർത്താവ് അറിഞ്ഞുകൊണ്ട് ഭാര്യയ്ക്കും ബന്ധം നിവൃത്തിയാവില്ല, കുട്ടി അറിഞ്ഞുകൊണ്ട് പുരുഷനും ബന്ധം നിവൃത്തിയാവില്ല. പുരുഷനും ആയാലും ശരി അച്ഛനായാലും ശരി അവനവന് വേണ്ടുന്ന കാര്യം അവനവൻ തന്നെ സമ്പാദിച്ചേ പറ്റുള്ളൂ. എന്താന്ന് വെച്ചാൽ അച്ഛൻ വിത്തന്നനാണെങ്കിൽ അതിന്റെ ആ ഒരു സംസർഗം മകന് ഉണ്ടാവാം, അതില്ലാണ്ട് വരില്ല. പക്ഷെ മകൻ തന്നെ അത് ഉണരണം. പാല് വശിക്കുന്നുണ്ട്, പാല് കുടിക്കണം, പാലിൽ നിന്ന് കുടിക്കണം, എന്നാലേ പാല് കുടിച്ചു എന്നുള്ളതാവുള്ളൂ. അതുപോലെ അവിദ്യ കാമകർമാദി, അവിദ്യാകാമാണ് കർമ്മത്തിന് കാരണം. പാശബന്ധം വിമോചിതം, അവിദ്യ എന്നുള്ള കാമം കൊണ്ടും ആ കാമം കൊണ്ടുണ്ടാകുന്ന കർമ്മം കൊണ്ടും പാശം എന്നുള്ളതായ ബന്ധം എന്നുള്ളത് മോചനത്തെ ഏർപ്പെടണം. പാശം എന്നുള്ളത് അതായത് കയറുകൊണ്ടുള്ള ബന്ധം എന്നുള്ളത് അവിദ്യയാണ്, അത് ആശ കൊണ്ട് വരുന്നതാണ്. ആശ എന്നുള്ളത് കാരണം അവിദ്യയാണ്. അവിദ്യ എന്നുള്ളത് എന്താണ്? അത് അന്യോന്യ സംബന്ധമായിട്ടുള്ള ദുഷ്ടമായിട്ടുള്ള ലോകവ്യവസ്ഥയാണ്. ദുഷ്ടമായ ലോകവ്യവസ്ഥ പറഞ്ഞാൽ നമ്മ അവിദ്യ കൊണ്ടുള്ള ലോകവ്യവസ്ഥ. അറിവില്ലാത്തത് കൊണ്ട് പരിമിതമായതിൽ മാത്രം നമ്മളെ സങ്കുചിത ചിന്താഗതി നിൽക്കുന്നത് കൊണ്ട്, അപരിമിതമായ ആത്മാവിനെ കാണാനുള്ള കഴിവില്ലാത്തതുകൊണ്ട്, കശഗ്നിയാർ വിനാത്മാനം, ആരെ കഴിയും ആത്മാവില്ലാതെ കൽപ്പകോടി ശതേരവി, കോടി ജന്മം എടുത്താലും അവിദ്യ കാമകർമാതി പാശബന്ധ വിമോചിതും,
കോടി ജന്മം എടുത്താലും ആ അവിദ്യ എന്നുള്ള പാശത്തിൽ നിന്ന് മോചനം ചെയ്യാൻ ആർക്കും ആവില്ല. ഗുരുവിലിരുന്ന് മാത്രമേ അത് മനസ്സിലാക്കാനാവുള്ളൂ. ദിനാത്മാനം കൽപ്പകോടി സദേരവേ, കോടി കൽപ്പങ്ങൾ ഇരുന്നാലും ഗുരുവിന്റെ സാക്ഷാത്കാരത്തിലും ഗുരു സാക്ഷാത്കാരത്തിലും അവിദ്യ എന്നുള്ളതിന്റെ പരിമിതി കൃത്യമായിട്ട് മനസ്സിലാക്കി, പരിച്ഛിന്നമായത് അവിദ്യ എന്ന് മനസ്സിലാക്കി അപരിച്ഛിന്നമായ ആത്മാവ് മനസ്സിലാക്കുന്നതൊക്കെ എന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആൻസർ പറഞ്ഞു. ആത്മജ്ഞാന മഹത്വം അങ്ങനെ പറയുന്നത്, ആത്മജ്ഞാനത്തിന്റെ പെരുമ, അതായത് അതിന്റെ ഗുണം, അതിൻ്റെ മാഹാത്മ്യം. യോഗേന സാഖ്യേന കർമ്മണ നോന വിദ്യയാ, യോഗജ്ഞാനം കൊണ്ടല്ല, സാഖ്യജ്ഞാനം കൊണ്ടല്ല, ഏകം യോഗന്റെ സാഖ്യന്റെ പശു കർമ്മം കൊണ്ട് കിട്ടൂല, യോഗം കൊണ്ടും കിട്ടൂല. അപ്പോൾ ജ്ഞാനകർമ്മ യോഗം രണ്ടിനെ കൊണ്ട് പറ്റുമോ? അത് മാണ്ഡൂക്യാദികളിൽ പറയുന്നുണ്ട്, ആത്മസ്വരൂപം. അതേപോലെ ഇവിടെയും പറയുന്നത് അതെ തരത്തിൽ അശബ്ദസ്പർശം അനുഭവമാവുകയും അദ്ദേശമാഗ്രഹം മുണ്ടത്തിൽ അങ്ങനെ ഓരോ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും കവിയ മനുഷ്യ പരിഭു സ്വയം സാന്ത്യ ഈശാവാസ്യത്തിൽ അങ്ങനെ ഓരോ തരത്തിൽ പറഞ്ഞാലും ആ അവ്യക്ത സ്വരൂപത്തിൽ കാണുന്നതായ പരമാത്മ സ്വരൂപം, അവ്യക്തമായിട്ടുള്ള ഉത്പത്തിരഹിതവും നാശരഹിതമായ പരമാത്മ സ്വരൂപം ഓരോ ഉപനിഷത്തിലും പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട്. ന യോഗേന ന സാഖ്യേന, നിർവിശേഷ ജ്ഞാനം കൊണ്ടും അത് പറയാൻ പറ്റില്ല, ഏകദേശം മനസ്സിലാക്കണം. നയോഗേന സാഖ്യേന കർമ്മണാനോന്ന വിദ്യ, കർമ്മം കൊണ്ട് തീർച്ചയായിട്ടും പറ്റില്ല, കേവല വിദ്യ കൊണ്ടും പറ്റില്ല. അപ്പൊ ജ്ഞാനകർമ്മ സമുച്ചയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം വേണം, അതൊട്ടും കുറവില്ല, കർമ്മം വേണം, അത് പാശബന്ധമില്ലാത്തതായിരിക്കണം. ബ്രഹ്മാത്മേകത്വബോധേന, ആത്മ ഒന്നാമെന്നുള്ള ബോധം, ജീവാത്മ വേറെ പരമാത്മ വേറെ എന്നുള്ള ബോധം ഇല്ലാണ്ടിരിക്കുന്ന സ്ഥിതി, അത് സാക്ഷാത്കാരത്തിനുള്ള സ്ഥിതി, അതായത് സമാധിയിലായ സ്ഥിതി, അതായത് വിലക്ഷണ പ്രത്യാനന്ദ ഒരു സലക്ഷണ പ്രത്യ പ്രവാഹത്തിൽ ഉള്ളായ ആ ഒരു ജ്ഞാനയോഗത്തിന്റെ അവസ്ഥ. ബ്രഹ്മാത്മേകത്വബോധേന മോക്ഷസിദ്ധ്യതി നാന്യത, മോക്ഷം സിദ്ധിക്കുന്ന വേറൊരു തരത്തിൽ മോക്ഷം സിദ്ധിക്കൂലാണ് ആത്മജ്ഞാനത്തിന്റെ ഈ ശ്ലോകത്തെ പറയുന്നത്. 56-ാം ശ്ലോകത്തിൽ അയോഗേന സാഖ്യേന, യോഗജ്ഞാനം കൊണ്ടല്ല. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താണ്, വിവാഹം കഴിക്കുന്ന ഒരു യോഗ എന്ന് പറയുന്നത്, കുട്ടികളുണ്ടാകുന്ന ഒരു യോഗ എന്ന് പറയുന്നത്, അതേപോലെ സ്ഥലം വാങ്ങുന്നത്, വീട് കിട്ടുന്നത് എല്ലാം യോഗം എന്ന് പറയുന്നത്. അങ്ങനെയല്ല യോഗം, അതിന്റെ യോഗത്തിന്റെ ഏകദേശം കൂടെ എത്തിക്കാം. സാഖ്യേന, സാഖ്യെന്ന നിർവിശേഷ ജ്ഞാനം കൊണ്ടോ വെറും ആത്മജ്ഞാനം കൊണ്ടോ പറ്റൂല. അത് വിദ്യന്ന് അത്യന്ത വിദ്യയിലെ അവിദ്യയിലെ അന്തതമ പ്രവേശന്റെ അവിദ്യാമുപാസത എന്നെടുക്ക പറയുന്നുണ്ട്. കേവലം കർമ്മം ചെയ്ത അവിദ്യ അതെവിടെ ഇരുട്ടിലേക്ക് പോകുന്നു, കേവലം വിദ്യ മാത്രം ഉപാസന ചെയ്യുക, അതാണ് അത് രണ്ടും ചേർത്ത് ഉപാസന ചെയ്യുന്ന അവിടെ ഉപനിഷത്തിൽ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നു. കർമ്മണാനോന വിദ്യ, കർമ്മത്തിനാലും അല്ല വിദ്യനാലും അല്ല. പക്ഷെ അവഗതി എന്ന് പറയുന്നത് ഏകമാണ്, അത് ആത്മാവ് ഒന്നാണ്. ബ്രഹ്മാത്മേകത്വബോധേന മോക്ഷസിദ്ധി തന്നെ, ബ്രഹ്മാത്മാവ് ഒന്നുമില്ലതിനെ കൊണ്ട് മാത്രം മോക്ഷം സിദ്ധിക്കുന്നത്, വേറൊന്നിനെ കൊണ്ട് മോക്ഷം സിദ്ധിക്കുന്നില്ല. വീണായ രൂപസൗന്ദര്യം തന്ത്രി വാദന സൗഷ്ഠവം, വീണായ രൂപസൗന്ദര്യം, വീണ നല്ല അഴകായിട്ടുണ്ട്, തന്ത്രി വാദന സൗഷ്ഠവം, വായിക്കുന്നതിൽ സുഷ്ടു അറിഞ്ഞിട്ട് കഴിഞ്ഞാൽ മാത്രമേ വീണത്ര സുന്ദരായാലും പാട്ട് പാടില്ല, പാട്ട് പാടാൻ അറിഞ്ഞിരിക്കണം. അത് എങ്ങനെയാണ് ആശിക്കേണ്ടത് ആട്ടേണ്ടതെന്ന് അറിഞ്ഞാൽ അതിന്റെ സ്വരം കൃത്യമായിട്ട് വരും. പ്രജാരഞ്ജന മാത്രം എന്നാ, പ്രജകളെ വളരെ സന്തോഷപ്പെടുത്തി വെച്ചാൽ മാത്രം പോരാ. സാമ്രാജ്യായ പ്രഗൽഭതയെ, പ്രജകളെ സന്തോഷിപ്പിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അത് സാമ്രാജ്യത്വം അതിനെ കൊണ്ടുണ്ടാവുന്നില്ല. അതിന് സാമ്രാജ്യത്തിന് വേണ്ടുന്ന സാമർത്ഥ്യം മുഴുവനായിട്ട് തന്നെ ആ രാജാവിന് ഉണ്ടാവണം. പ്രജകളെ സന്തോഷപ്പെടുത്താൻ അത് തരാം ഇത് തരാം ഇറങ്ങിയാൽ പ്രജകളെ സന്തോഷപ്പെടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ വെച്ചാൽ ഖജാന കാലിയായി കഴിഞ്ഞാൽ രാജ്യം നശിച്ചു ചെയ്യുന്നത്. അപ്പം അവിദ്യ കൊണ്ട് നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വിചാരിക്കുന്നതുകൊണ്ട് അത് നമ്മളെ രക്ഷപ്പെത്തൂല. നമ്മൾ ചെയ്യുന്ന ദാനം വളരെയധികം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ദാനം കൊണ്ട് ഈ ഫലം ഉണ്ട്. ഇത് സർവശ്രേഷ്ഠമായ വിദ്യ, ഇത് ശ്രേഷ്ഠമായ വിദ്യയാണ്. വിവേകജ്ഞാനം വേണം. ഒരു മനുഷ്യനെ ദൂരത്ത് കണ്ട മനുഷ്യനാണെന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കുന്നു പിന്നെ മനുഷ്യനാണെന്ന്. പക്ഷെ മനുഷ്യനാണെന്ന് അറിഞ്ഞാൽ ഇന്നെന്ന കാരണം എന്നാ പുരുഷത്വത്തെ കർഗരണാദി മത്വമുള്ളതുകൊണ്ട് പുരുഷനെന്ന് മനസ്സിലാക്കുന്നത്, സ്ത്രീത്വ വ്യാപ്യ കനകേശാദി മത്വമുള്ളതുകൊണ്ട് സ്ത്രീ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്ത്രീത്വ വിശിഷ്ടമായിട്ടുള്ള അല്ല ഓരോ പ്രത്യേകമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവുന്നു. അപ്പോൾ അതുപോലെ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണെന്നില്ല നിശ്ചയ ജ്ഞാനം മാത്രമേ
ഈ പ്രപഞ്ചാതീതമായിരിക്കുന്ന പരമാത്മാവെ പ്രപഞ്ചത്തിലും കാരണത്തെ കണ്ടുകൊണ്ടുള്ള ആ നിരവേശത്തേക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വീണായാരൂപ സൗന്ദര്യം തന്ത്രേ വാദന സൗഷ്ഠവം. വീണ എത്ര സുന്ദരമായിരിക്കാൻ വായിക്കാൻ അറിഞ്ഞാൽ മാത്രമേ പ്രജാരഞ്ജന മാത്രം തന്ന. അതുകൊണ്ട് പ്രജകളെ സന്തോഷപ്പെടുത്താനാവില്ല. ഒരു വീണ വായിച്ചുകൊണ്ട് പ്രജകളെല്ലാം സന്തോഷപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ വായിക്കുന്നതിൽ ഇഷ്ടമില്ലവർ സന്തോഷപ്പെടുമായിരിക്കും. പക്ഷെ എല്ലാവരും അതിനെ കൊണ്ട് സന്തോഷപ്പെടില്ല. സാമ്രാജ്യായ കൽപ്പതേ, ഒരു രാജ്യരക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ രാജാവ് പുകഴ്ത്തപ്പെടുള്ളൂ. ഏതോ ഒരു വീണ വായിക്കുന്നത് കേട്ടിട്ട് വീണരാസ്വദില്ലവർ ചെല്ലുമായിരിക്കും, ചിത്രത്തിനാസ്വാദ്യമില്ല ചെല്ലുമായിരിക്കും, ആ വലിയ ചിത്രകാരെന്ന് പറയായിരിക്കും. പക്ഷെ എല്ലാറ്റിനും അറിഞ്ഞിരിക്കുന്ന ഒരു രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞിരിക്കണം. അതേപോലെ ഒരു പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പുരീതതിയിൽ ശയനം കൊണ്ട് മാത്രമല്ല, പൂർണ്ണത കൊണ്ട് മാത്രമാണ്. ആ പൂർണ്ണമാണെന്നുള്ളത് ഏകവിജ്ഞാനം സർവ്വവിജ്ഞാനമല്ല, ബ്രഹ്മവിജ്ഞാനം മാത്രമാണ്. ആ ബ്രഹ്മവിജ്ഞാനം അറിയുന്നതുകൊണ്ട് അവർ കിട്ടുന്നതായ പുണ്യം കൊണ്ടാണ് നമ്മൾ ലേശം മാത്രമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ പരിപൂർണ്ണ സുഖം അനുഭവിക്കാൻ സർവ്വത്തിലും പരമാത്മാവുള്ളതുകൊണ്ട് എവിടെ ആശ്രയിച്ചാലും കിട്ടുമെങ്കിലും പൂർണ്ണമായിട്ട് കിട്ടുന്നത് ഗുരുവിൽ നിന്നാണ്. അപ്പൊ ഗുരുവിനെ ആശ്രയിക്കുന്നതിന് സമമായിട്ട് വേറെ ഏതും വരില്ലാന്നുള്ളത് തന്നെയാണ് ശ്ലോകത്തിന്റെ താല്പര്യം. വീണായാരൂപ സൗന്ദര്യം തന്ത്രീ വാദന സൗഷ്ഠവം പ്രജാരഞ്ജന മാത്രം തന്ന സാമ്രാജ്യായ കൽപ്പതേ. പല വീണകൾ നമുക്ക് പല മ്യൂസിയത്തിൽ പോയാൽ കാണാം. അത് വായിക്കാനുള്ള സാമർത്ഥ്യം ചിലരൊക്കെ ഉണ്ടാവും. അത് വായിച്ചു കഴിഞ്ഞാൽ ഒരുപടി ആൾക്കാർ പറഞ്ഞാൽ ഒരുപക്ഷെ കേട്ടിരിക്കാൻ ഉണ്ടാവും. പക്ഷെ എന്നാലും അത് അവർക്ക് തെരിയാത്തല്ല. അതുപോലെ ഏതൊരു വൈദൂഷ്യം തെരിയാത്തല്ല. ആ വിശിഷ്ട വിജ്ഞാനമായിട്ടുള്ള വേദാന്തം എന്നുള്ളത് അറിയുന്ന സമയത്ത് ഏകവിജ്ഞാനം സർവ്വവിജ്ഞാനം എന്നുള്ള വിദ്യ അത് പരമാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവിനെ അറിയാൻ പറ്റില്ലെങ്കിലും പരമാത്മാവിനെ അറിയാൻ പറ്റുന്നില്ല കൊണ്ടാണ് ആ ശാസ്ത്രം ഉപദേശിക്കുന്നത്. ആ ഉപദേശിക്കുന്ന സമയത്ത് നിർണയം ഉണ്ടാവുന്നു, ബ്രഹ്മവിദ്യ ലോകത്തിൽ ഒരു വിദ്യയില്ല എന്നുള്ളത്. വാഗ്വൈഖരി ശബ്ദചരീ ശാസ്ത്രവ്യാഖ്യാന കൗശലം. നല്ല സാമർത്ഥ്യമുണ്ട് വാക്ക്. ഏതൊരു കാര്യം പറയുന്ന കഴിഞ്ഞാൽ ഇയാളെ തെളിഞ്ഞിട്ടൊന്നും ആ സബ്ജക്റ്റ് ഇല്ലാന്ന് തോന്നും. വാഗ്വൈഖരി ശബ്ദചരീ, ശബ്ദം കൂട്ടം കൂട്ടമായി പൂക്കള കൊത്തുകൾ പോലെ വന്ന് വീഴുന്നുണ്ടാകാം. ശാസ്ത്ര വ്യാഖ്യാന കൗശലം, ഏതൊരു ശാസ്ത്രം നന്നായിട്ട് വ്യാഖ്യാനിക്കാം. അങ്ങനെ കൊത്തുകളായിട്ട് ശാസ്ത്രങ്ങൾ എന്താ പറയണ്ടേ, നല്ല ലെവലിൽ പറഞ്ഞു വിചാരിച്ചാലും നല്ല വൈഭവം ഉണ്ടായാലും വൈദൂഷ്യം വിദുഷാം തദ്വതേ ഭക്തയെ അത് മുക്തയെ. അത് ഭക്തിക്ക് മാത്രമേ കാരണമാവുള്ളൂ, അത് മുക്തിക്ക് കാരണമാവില്ല. മുക്തിക്ക് കാരണമാവുന്നത് മുക്തിമാർഗത്തില് കൊത്തായിട്ട് പറയണം. മുക്തിമാർഗത്തിന്റെ സ്വരൂപം പറയണം. അത് മാത്രമേ മുക്തിക്ക് കാരണമാവുള്ളൂ. നല്ല വാഗ്വൈഭവം ഉണ്ടാവും. ഏതൊരു ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ആ ശാസ്ത്രത്തെ നല്ല വൈഭവത്തോടെ പറയാൻ പറ്റും. സയൻസ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് ആണല്ലോ. എന്താണ് ഒരു ടി വിനെ പറ്റി അറിയുമെങ്കിൽ ആ ടി വിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയും വളരെ ഗംഭീരമായിട്ട് സംസാരിക്കാൻ പറ്റും. ശബ്ദചരി വളരെ സൗണ്ടായിട്ട് പറയാം. നന്നായിട്ട് അറിഞ്ഞ പിന്നെ സൗണ്ടായിട്ട് പറയുന്നതിന് പ്രശ്നമില്ല. ശാസ്ത്ര വ്യാഖ്യാന കൗശലം ടി വിന്നില്ല, സയൻസിന്റെ എല്ലാം വ്യാഖ്യാനിക്കാൻ പറ്റും. നല്ല കൗശല കേടായാലും പെട്ടെന്ന് മാറ്റി ഇതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഒരു സൈക്കിൾ റിപ്പയർ ചെയ്യാറുണ്ട്, സൈക്കിൾ പെട്ടെന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഏതൊരു വലിയ ഒരു കമ്പനി മെഷീൻ ആയാലും അത് അറിയുന്നവരായിരിക്കും അത് പെട്ടെന്ന് തീർത്തു കൊടുക്കുന്നു. അങ്ങനെയല്ല അത് സാമർഥ്യം കൊണ്ട് മാത്രം വൈദൂഷ്യം വിദുഷാം ഭക്തയെ നത് മുക്തയെ. ആ കമ്പനിയിലെ മാനേജറും ആ കമ്പനിയിലെ ജോലിക്കാരും ഇയാള് വളരെ പെട്ടെന്ന് തീർത്തുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കി നമ്മുടെ കമ്പനിക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്കത് ലീവായില്ല, സാലറി പിടിച്ചില്ല എന്ന് ആൾക്കാർ പറയുമായിരിക്കും. പക്ഷെ അത് മുക്തിമാർഗത്തിന്റെ അത് ഏകദേശം പോലെ ആൾക്കാർ രാജ്യഭരണത്തിന് ഒരു വീണാവാദം കൊണ്ട് എങ്ങനെയാകുമ്പോൾ ഏകദേശമായിട്ടുള്ള അളവിൽ സുഖം കിട്ടുന്നു. അതുപോലെ മാത്രമേ ഉള്ളൂ ഏതൊരു സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ. അതായത് വയറിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ അറിയുന്ന ആളായാലും ശരി, വൃക്കേന്റെ കണ്ടീഷൻ കൃത്യമായിട്ട് അറിയുന്ന ആളായാലും ശരി, ഹൃദയത്തിന്റെ ആയാലും ശരി, അത് ശരീരത്തിന്റെ ഒരു പാർട്ട് മാത്രമായിട്ട് അതിന്റെ എക്സ്പെർട്ട് മാത്രമായിട്ട് അതിനെ പഠിപ്പിക്കുന്നതുകൊണ്ട് അതൊരു ഏകദേശം മാത്രമാണ്. ഏതൊരു തൊഴിലും ഏകദേശം മാത്രമാണ്. പരമാത്മാവ് മാത്രമാണ് സർവാന്തര്യാമി. അതുകൊണ്ട് അവനെ പറ്റി അറിയുന്നതിൽ കവിഞ്ഞിട്ടില്ല ഒരു വൈദൂഷ്യം ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല, അതും വിശേഷാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. മറ്റുള്ളത് കേവലപ്പെടുത്താനല്ല പറയുന്നത്, വ്യാപ്തി അറിയാൻ വേണ്ടി പറയുന്നു. ഒരു കണ്ണിനെ പറ്റിയുള്ള ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഡോക്ടറാണ്. എന്നുവെച്ചാല് ഈ സർവേന്ദ്രിയാണ് നയനം പ്രധാനം. എല്ലാ ഇന്ദ്രിയത്തിലും കണ്ണ് പ്രധാനമാണ്. കണ്ണുണ്ടെങ്കിലേ നമുക്ക് കുരുടൻ എന്ന് പറയാൻ പറ്റുമല്ലോ.
കണ്ണില്ലെങ്കിൽ അവൻ എങ്ങനെയാ പുരുഷൻ എന്ന് പറയുക വരെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇന്ദ്രിയത്തിന് തന്നെ അത്രയും പ്രാധാന്യം ഉണ്ടെങ്കിൽ ഓരോ ഇന്ദ്രിയത്തിനും അതിൻ്റെതായ പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട്. ആ ഇന്ദ്രിയ പ്രാധാന്യം എന്നുള്ളത് നമ്മൾ അറിഞ്ഞ് അതിനുള്ള ഗൗരവം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് അത് മുഖ്യമായതായത് കൊണ്ടും. പക്ഷേ അതായത് സർവത്തിനും ഉപരിയായിട്ടുള്ള സർവ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതായ ആ ഒരു കനവ് പോലെ കാണുന്നതായ പ്രപഞ്ചം അല്ല അത് എന്ന് വ്യക്തീകരിക്കുന്നതുകൊണ്ട് അത് പരമാത്മതത്വം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ പരമാത്മതത്വത്തിനെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നു. ദൈവം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ന് വിളിക്കുന്നത് ചുറ്റുപറ്റുള്ള പ്രകൃതിയിലും അന്തർലീനമായിരിക്കുന്ന ആ ഭഗവാനെയാണെന്നുള്ളത് തന്നോട് ശരീരത്തിലും പരമനോട് ശരീരത്തിലുള്ള പരമാത്മാവിനാണെന്നുള്ളത് അറിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളുടെ ആയ തപസ് എന്നുള്ളത് ഇന്ദ്രിയാണാം മനസ്സിന്റെ ഏകാഗ്രം മനസ്സിന്ദ്രിയ ഏകാഗ്രമായിട്ട് വീണ്ടും വീണ്ടും പ്രസ്ഥാനത്രയത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോഴേ അതിന്റെ പൂർണ്ണത എവിടെയിട്ടുള്ളൂ. വൈഖരി ശ്രദ്ധജരി ശാസ്ത്രവ്യാഖ്യാന കൗശലം. ഇത് ഏതൊരു തൊഴിലെടുത്ത് കഴിഞ്ഞാലും ഒരു ടീച്ചർ ആയി കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിൽ നല്ലതായിട്ട് ടീച്ച് ചെയ്യും. അത് ആ സ്റ്റുഡൻസിന് വളരെയധികം അട്രാക്ട് ചെയ്യും. പക്ഷെ സ്റ്റുഡൻസിനെ അറിയാം ഇത് ഞാൻ ഈ ക്ലാസ് പാസ്സാവാനായുള്ളൂ, അടുത്ത ക്ലാസ് പാസ്സാകാൻ അടുത്ത വർഷം ഇതേപോലെ ഞാൻ പഠിക്കണമെന്ന്. അതുപോലെ ആണ് സർവത്തിലും കാരണമായിട്ടുള്ള പരമാത്മ നമ്മ അറിയുമ്പോൾ അവനിൽ ലയിക്കുമ്പോൾ അത് ഭുക്തിയല്ല മുക്തിയാണ് എന്നുള്ളതാണ് വിശേഷം. വൈദുഷ്യം വിദുഷാം തദ്വത് ഭുക്തയെ നത് മുക്തയെ. അത് അനുഭവിക്കാം. ശരീരമില്ലാത്തത് അനുഭവിക്കാം, ശരീരമില്ലാത്തപ്പോൾ അത് അനുഭവിക്കാൻ പറ്റില്ല. കാരണം മാത്രമേ അന്നേരം നമ്മളെ രക്ഷിക്കുള്ളൂ. അവിജ്ഞാതേ പരം തത്വേ ശാസ്ത്രധീരിസ്തു നിഷ്ഫല. പരമായ തത്വത്തെ അറിഞ്ഞില്ലെങ്കിൽ ശാസ്ത്രത്തിലുള്ള ബുദ്ധി നിൽക്കേണ്ടത് പ്രയോജനമല്ല. ശാസ്ത്രത്തിൽ ബുദ്ധിയുണ്ട്, പക്ഷെ അത് നമ്മൾ അറിഞ്ഞില്ല വെച്ചാൽ ആ ശാസ്ത്രം നമുക്ക് പ്രയോജനമില്ലാണ്ടായി. അത് ആ ഒളി എന്നുള്ളത് നമ്മൾക്ക് പ്രകാശിപ്പിക്കാൻ പറ്റിയില്ല. വലിയൊരു വോൾട്ടേജ് എടുക്കുന്നതാണല്ലോ കുറേശ്ശെ വോൾട്ടേജ് എടുക്കുന്ന ഫാനും ലൈറ്റും എല്ലാം കറക്കുന്നതും നമ്മൾ അതിന്റെ ഏകദേശ സുഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്. അതേപോലെ അവിജ്ഞാതേ പരം തത്വേ ശാസ്ത്രധീഭിസ്തു നിഷ്ഫല. വലിയ ന്യായശാസ്ത്രജ്ഞനാണ്, അല്ലെങ്കിൽ വലിയൊരു ആയുർവേദ ഡോക്ടറാണ്, ഇല്ലെങ്കിൽ വലിയൊരു വിദഗ്ധനാണ് ഒരു ശാസ്ത്രത്തിന്റെ ഒരു സയൻസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരം തത്വം ഈ ശാസ്ത്രങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത്, നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് കാരണമായിട്ടുള്ളത്, പ്രാണൻ ഏതിൽ നിൽക്കുന്നു? ജീവനിൽ നിൽക്കുന്നു. ആ ജീവൻ ജീവാത്മാവിനല്ലാതെ പരമാത്മാവിൽ അധിഷ്ഠിതമാണെന്നുള്ളത് അറിയാത്തത്തോളം കാലം അവിജ്ഞാതേ പരേ തത്വേ ശാസ്ത്രധീരിസ്തു നിഷ്ഫല. ശാസ്ത്രജ്ഞാനം എന്നല്ല സയന്റിഫിക് നോളജ് നിൽക്കുന്നത് വെറും ഒരു എന്താ പറയണ്ടേ പ്രാക്ടിക്കൽ വന്നിട്ട് ആ വെറും തിയറിയിലേക്ക് നടത്തും. വിജ്ഞാതേ വിപരേ തത്വേ ശാസ്ത്രധീരിസ്തു നിഷ്ഫല. പരന്തത്വം അറിഞ്ഞാൽ പിന്നെ ശാസ്ത്രബുദ്ധി എന്നുള്ളത് അത് വേണ്ടാന്ന് വെക്കും. എന്ന് പറഞ്ഞാൽ ശാസ്ത്രപ്രവൃത്തി ചെയ്യാൻ എടുക്കില്ല. ഒരു വലിയൊരു ഡോക്ടറാണ് മനസ്സിലോളൂ, ഹാർട്ടിന്റെയോ അല്ലെങ്കിൽ വൃക്കന്റെയോ അല്ലെങ്കിൽ ഏതോ ഒരു അവയവത്തിന്റെ അവരവരെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. ആത്മജ്ഞാനം അറിഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളുടെ പരമ്പരാഗതമായിട്ട് ഓരോ മനുഷ്യരും ചെയ്തു വരുന്ന ആചാരാനുഷ്ഠാനമാണ്. അത് നിർത്തുന്നല്ല പറയുന്നത്. അത് സേവ ലോകസേവ എന്ന് നോക്കിയും അത് പരമാത്മസേവയാണ്. പരമാത്മസേവ നിർത്തുന്ന ആരും പറയുന്നില്ല. അവിജ്ഞാതേ പരേ തത്വേ ശാസ്ത്രധീരിസ്തു നിഷ്ഫല. പരതത്വം എടുക്കുന്നത് അറിയില്ലെങ്കിൽ ശാസ്ത്രജ്ഞാനം പ്രയോജനമില്ല. പരതത്വം അറിഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞാനം അവന് ആവശ്യമില്ല. എന്നാലും അവൻ ശാസ്ത്രജ്ഞാനത്തിൽ നിന്ന് മുഴുകിയിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് സാത്വികത പറയുന്നത്. തത്വദൃഷ്ടിയിലുള്ളതായ പ്രവൃത്തി പറയുന്നത്. ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണകാരണം. ശബ്ദജാലം ഓരോരോ സെക്ഷൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാതെ മനസ്സിലാവില്ല. പലതും അങ്ങനെയാണ് കിടക്കുന്നത്. ഗ്രന്ഥത്തിലുണ്ടാക്കി ഞാൻ മാത്രം അത് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ സ്പഷ്ടത കിട്ടുന്നില്ല. അപ്പോൾ അത് അറിയുന്ന സ്പെഷ്യലിസ്റ്റിന് എടുക്കുന്ന തന്നെ അത് മനസ്സിലാക്കണം. ശബ്ദജാലം മഹാരണ്യം. അത് വലിയൊരു കാടാണ്. ഒരു കാട്ടിൽ പോയാൽ അറിയാം മുള്ളു കുത്തിയത് കൊണ്ട് തന്നെ ചാവാൻ ചിലപ്പോൾ. ചില സമയത്ത് എന്താണ് ചെറിയൊരു കാരണം മതി മരണത്തിന്. അത് എവിടെ കുത്തി മുള്ളു എന്നുള്ളതാണ് പിന്നെ ചിന്തിക്കുക. എന്തുകൊണ്ട് അങ്ങനെ ചത്തു മുള്ളു കുത്തി കൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ട് അനുഭവപ്പെട്ടിട്ടോ, അതായത് വൈദ്യം എന്നുള്ള അനുഭവത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് പറയുന്നത്. ശാസ്ത്രം അഭ്യാസത്തിലൂടെ. ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം.
മനസ്സെ ഭ്രമിപ്പിക്കും. വളരെയധികം വാക്കുകൾ ഉള്ളതുകൊണ്ട്, വാക്കിന്റെ വിസ്തൃതി വളരെയധികം ആയതുകൊണ്ട് ഈ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഭ്രമിച്ചു പോകും. ആ ഭ്രമിച്ചു പോകാൻ മാത്രമല്ല നമ്മൾ അങ്ങനെ ഒരാളാവണം നമുക്ക് തോന്നുന്നു. എങ്ങനെ ഒരാളാവുക? ഏതുകൊണ്ട് പണം അധികം കിട്ടുന്നോ അങ്ങനെയുള്ള ഒരാളാവണമെന്ന് വിചാരിക്കും. പക്ഷെ പണം നഷ്ടത്തിന് മേലെ ഉണ്ടെന്ന് ഒരിക്കലും നമുക്ക് തോന്നുന്നില്ലെങ്കിൽ ആ പണം കൊണ്ടോ അല്ല നമ്മൾ സമ്പാദിച്ച ആ സയൻസ് കൊണ്ടോ ആ ഒരു എന്താ പറയണ്ട പൂർണ്ണത നമ്മൾ എത്തിപ്പെടില്ല എന്നുള്ളതാണ് വേറൊരു ഘടകം. ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. വളരെയധികം സ്പെഷ്യലൈസ് ചെയ്ത ആ സ്പെഷ്യലൈസ്ഡ് ചെയ്ത സബ്ജക്റ്റിനെ പറ്റി വളരെ വിസ്താരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും മറ്റവർക്ക് മനസ്സിലാക്കാമെങ്കിലും അത് മാത്രം പോരാ. സാധാരണ സയൻസ് പോരാ. വിശേഷമായിട്ടുള്ള സർവ്വ സയൻസിന് ആധാരം എന്നുള്ളത് അറിയുന്ന സമയത്ത് സർവാധാരത്വേന അവരെ പ്രതിഷ്ഠിതനായിട്ട് നിൽക്കുന്നുള്ളതാണ് അവരുടെ വിശേഷം. അവരെ ആദരിക്കാതെ നിവർത്തിയില്ല എന്നുള്ളതാണ് സാധാരണ ജനങ്ങളുടെ അവസ്ഥ. അത് പ്രയത്നാജ്ഞാതവ്യം. അതുകൊണ്ട് പ്രയത്നം കൊണ്ട് മനസ്സിലാക്കണം. തത്വജ്ഞേ തത്വമാത്മനഃ. താത്വികളായിട്ടുള്ളത് ആത്മതത്വത്തിനെ താത്വികളായിട്ടുള്ള ഓരോ സ്പെഷ്യലിസ്റ്റും, അതായത് ഓരോ സെക്ഷന്റെ ഹെഡ് അല്ലെങ്കിൽ ഓരോ സെക്ഷന്റെ പ്രൊഫഷണലിന്റെ ആ ഒരു സൂപ്പർ ഡിഗ്രി അറിഞ്ഞിട്ടുള്ള ഓരോ വ്യക്തിയും നടത്താം. ഓരോന്നിലും ഓരോ ആൾക്കാരും സ്പെഷ്യലാണ്. ആ സ്പെഷ്യലായിട്ടുള്ളവരാണ് ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നവർ, ലോകത്തിനെ നയിക്കാൻ പറ്റുന്നവർ, മാർഗം നിർദ്ദേശിക്കാൻ പറ്റുന്നവർ. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും പരമാത്മാ വഴിയെ കാണിച്ചു കൊടുക്കാൻ സഹായിക്കേണ്ടതാണ്. അത് അവരുടെയും കൂടെ കർത്തവ്യമാണ്. നമ്മളോട് ആത്മീയവാദികളുടെ മാത്രം കർത്തവ്യമല്ല, ആത്മീയം വാദമല്ല, ആത്മീയം അനുഭവമാണ്. അജ്ഞാനസർപ്പതസ്തസ്യ ബ്രഹ്മജ്ഞാനോഷധം വിന. അറിവുകേട് എന്നുള്ള ശാസ്ത്രം തൊട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു തരത്തിലും അറിവ് എന്നുള്ളത് സ്പഷ്ടമായിട്ടുള്ള വിശേഷമായ സയന്റിസ്റ്റുമാർ ഒരുപാടുണ്ട്. അതായത് ഒരു തയ്യൽ മെഷീൻ എടുത്താൽ അതിന് ഏതെല്ലാം തരത്തിൽ കേട് വരും, അതിന് ഏതെല്ലാം തരത്തിൽ ഇത് ചെയ്യണം. അപ്പോൾ ആയുർവേദം എടുത്താൽ എങ്ങനെയെല്ലാം വ്യാധി വരുന്നതിന് മുമ്പേ ചികിത്സിക്കാം, വരാണ്ടിരിക്കാൻ, വന്നു കഴിഞ്ഞാൽ അതിന് ഏതെല്ലാം തരത്തിൽ ചികിത്സിക്കാം, അധികം മുട്ടിയതിന് ഏതെല്ലാം തരത്തിൽ ചികിത്സിച്ച് നേരെയാക്കാം എന്നുള്ള വൈദൂഷ്യം ഉണ്ടായിക്കഴിഞ്ഞാലും ആയുസിനെ കുറച്ചു കാലേ പിടിച്ചു നിർത്താൻ പറ്റും. 120 വർഷം 4 ദിവസം വേണമെന്ന് പിടിച്ചു നിർത്താൻ പറ്റും. അതിന് മേലെ ഒരാൾ ആയുസിനെ പിടിച്ചു നിർത്താൻ ഒരു ആയുർവേദ ശാസ്ത്രത്തിനെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ആയുർവേദ ശാസ്ത്രത്തിന്റെ കുറവല്ല, ആയുർവേദ ശാസ്ത്രത്തിന് അറിഞ്ഞതിന്റെ കുറവല്ല, അത് അറിയുന്നുകൊണ്ട് അയാൾക്ക് കഴിവെന്ന് പറഞ്ഞാൽ ആയുസിനെ മേലെ നീട്ടാനാവില്ലല്ലോ, ശരീരത്തിനെ നിരന്തരമാക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഏതൊരു കഴിവും ഒരു പരിമിതിയിൽ അവസാനിക്കുന്നെങ്കിൽ, അതായത് ഈ ഭൂമി ജലത്താൽ ചുറ്റപ്പെട്ട് അവസാനിക്കുന്നെങ്കിൽ, ജലം വായുവിനാൽ ചുറ്റപ്പെട്ട് അവസാനിക്കുന്നെങ്കിൽ, വായു ആകാശത്തിൽ ചുറ്റപ്പെട്ട് അവസാനിക്കുന്നെങ്കിൽ, ആകാശം ഗന്ധർവലോകത്താൽ ചുറ്റപ്പെട്ട് അവസാനിക്കുന്നെങ്കിൽ, അപ്പോൾ പരിമിതി എന്നുള്ളത് വ്യക്തമാണ്. പഞ്ചഭൂതങ്ങൾക്കും പരിമിതി എന്നുള്ളത് വ്യക്തമാണ്. അതേപോലെ അപരിമിതമായ പരമാത്മാവ് ഒന്നിനെ മനസ്സിലാക്കുക എന്നതാണ് സർവരുടെയും ജീവന ലക്ഷ്യം. അജ്ഞാന സർപ്പദം സസ്യ. അപ്പോ പരിപൂർണ എന്നുള്ളത്, ആത്മീയത എന്നുള്ളത് അറിയാത്തിടത്തോളം കാലം പരിപൂർണതയുടെ ഏകദേശം കൂടെ കണ്ടെത്താൻ പറ്റില്ല. ആത്മീയത അറിഞ്ഞു വരുത്തും പൂർണ്ണത എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് ശരീരദശയിൽ അത് പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷെ അനുഭവത്തിലൂടെ അവർ ആ നിലയിൽ എത്തുന്നുള്ളതാണ് ശാസ്ത്രത്തിന്, ഈ സ്പെഷ്യലൈസ്ഡ് ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അജ്ഞാന സർപ്പദൃഷ്ടസ്യ ബ്രഹ്മജ്ഞാനൌഷധം വിന. അപ്പോൾ അത്തരം ജനങ്ങൾക്കും ബ്രഹ്മജ്ഞാനം എന്നുള്ളത്, പരമാർത്ഥജ്ഞാനം എന്നുള്ളത് അതാണ് മരുന്ന്. പരമാർത്ഥത്തെ അറിയുക. ഏകചൂടാമണി ഇതിലിരുന്ന് ആരംഭിച്ച് അദ്വൈത സിദ്ധി വരെയൊക്കെ ഇരിക്കുന്നതായ ഗ്രന്ഥങ്ങൾ, സിദ്ധിഗ്രന്ഥങ്ങളേക്ക് ഇരിക്കുന്നതായ ജ്ഞാനം, സിദ്ധിഗ്രന്ഥ മുഴുവൻ അറിയുന്നതായ ജ്ഞാനായാലും ശരി, അന്ത ഔഷധി എന്നുള്ള ജ്ഞാനമില്ലാതെ, അതായത് പരമാത്മാവിന്റെ മരുന്നില്ലാതെ, ശാസ്ത്രേച്ച വേദം മുഴുവൻ പഠിച്ച 4 വേദം പഠിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. ശാസ്ത്രേച്ച 6 ശാസ്ത്രം പഠിച്ചുകൊണ്ട് പ്രയോജനമില്ല. ബ്രഹ്മൌഷധം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ശക്തി എന്നുള്ളത് അറിയില്ലെങ്കിൽ ഈ ശാസ്ത്രം പഠിച്ചതെല്ലാം നിഷ്പ്രഭാവാൻ ബ്രഹ്മവിത്തിന്റെ ഒരു ദൃഷ്ടിക്ക് മാത്രം കഴിവുണ്ടെങ്കിലോ, പ്രപഞ്ചത്തെ മുഴുവൻ അവന്റെ ദൃഷ്ടിയിൽ വെച്ചിട്ടില്ല ഒരു പരമാത്മ ഒരു മഹാവ്യക്തിയെ ഈ പോടാന്ന് പറയുന്ന ഒരു വാക്ക് മാത്രം അവന്റെ സകല സമ്പത്തെ അഴിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആ ബ്രഹ്മബാണത്തിന് വരും മറുബാണമില്ല എന്ന് പറയുന്നത്. അത് ഒത്തു കുറവില്ലാത്തതാണ്. അതിനെ സൂര്യനോട് ചണ്ട കൂടാൻ പോയാലുണ്ടാവും. അത് സൂര്യനെ തന്നെ വളരെ ചെറിയ അംശം കൊണ്ടുണ്ടാക്കുന്നതാണ്.
അപ്പോൾ ജീവൻ കാലാഗ്ര സഭാകൽപ്പ ഭോഗോ ജീവസ് വിജ്ഞായ സജാനന്ദയായ കൽപ്പതയെന്നാണ് ശരാശരവനുള്ളത്. ഒരു ചെറിയ കുട്ടിയുടെ മുടി ശരീരത്തിലുള്ളത് നമ്മൾ എടുത്ത് ചെയ്ത് 100 കട്ട് ചെയ്ത് അതിൻ്റെ ഒരു അംശം എത്രയുണ്ടോ നമുക്ക് കൽപ്പന ചെയ്യാൻ പറ്റും, അത്രയും നമ്മൾ ജീവനുള്ളൂ. ഈ ജീവന് നമുക്ക് തോന്നുന്നത് അപരിമിതമായ ശക്തി ഉണ്ടെന്ന്, അപരിമിതമായ ആളുകളെ അട്രാക്ഷൻ ചെയ്യാൻ പറ്റുന്നു. ഈ ചിത്തം വശിത്തുന്നില്ല ഭഗവാന്റെ ശക്തിയാണത്. അതുകൊണ്ട് ഭഗവാൻ ശക്തി അവരവരിൽ ഉള്ളതുകൊണ്ട് പല ആൾക്കാർ ഒരു സ്പെഷ്യലിസ്റ്റിനെ എഡിറ്റ് ആവാം, അല്ലെങ്കിൽ അവരെ പറയുന്നത് കേൾക്കാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുമായിരിക്കും. പക്ഷെ അത് പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ അതൊരു ഏകദേശ വശിത്വം മാത്രമേ ഉള്ളൂ, സമ്പൂർണ്ണ വശിത്വമില്ല. സമ്പൂർണ്ണ വശിത്വത്തെ അടയാൻ പറ്റുന്ന പരമാത്മജ്ഞാനികളായിരിക്കുന്ന ബൃഹവസ്തുല്യാളായിരിക്കുന്ന ആചാര്യകളായിരിക്കുന്ന തത്വങ്ങളായിരിക്കുന്ന ഫിലോസഫി അറിഞ്ഞിരിക്കുന്നവർ ആയിട്ടുള്ള കോണ്ടാക്ട് അത്രയും പ്രയോജനപ്പെടുന്നുള്ളതാണ് എന്റെ സാരം. അജ്ഞാന സർപ്പദം പ്രസ്യ, അജ്ഞാന സർപ്പം എന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ബ്രഹ്മജ്ഞാന ഔഷധം വിന, ഏതൊരു ഔഷധം സേവിക്കുന്നുണ്ടെങ്കിൽ ആ വ്യാധി ഉണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ബ്രഹ്മജ്ഞാന ഔഷധം താത്വികരെ സേവിക്കുക എന്നുള്ളത് എല്ലാ ഔഷധവും സ്വീകരിക്കുന്നതിന് സമാണ്. കിമോ വേദയേശ ശാസ്ത്രേശ, എന്താ വേദം കൊണ്ട് ശാസ്ത്രം? ഏതൊരു വേദമായാലും ശരി ശാസ്ത്രമായാലും ശരി, 4 വേദം എന്ന് പറയുന്നു. വേദം പഠിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നിഷ്കർണ ഷടമ വേദത്തിൽ നേശ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് പ്രയോജനപ്പെടുന്നു. അറിയാത്തടത്തോളം കാലം അത് പ്രയോജനമില്ല. വേദം പഠിച്ചാൽ പോരാ, അത് അറിയാൻ നിർബന്ധമില്ല. വേദഭാഷയുണ്ട്, അത് അറിഞ്ഞിട്ടും പ്രയോജനമില്ല. പ്രയോജനം ആത്മജ്ഞാനം എന്നുള്ളത് തന്നെയാണ്. അതൊരു സമുദ്രമാണ്. ആ സമുദ്രത്തിന് അറിഞ്ഞേ പറ്റൂ. ശാസ്ത്രേശ കിമു മന്ത്രേ കിമോഷധി, മന്ത്രം അറിയാം, ശാസ്ത്രം അറിയാം. ഓരോരോ ശാസ്ത്രം വളരെ വിസ്താരമായിട്ടുള്ള ശാസ്ത്രമാണ്. വളരെയധികം മനസ്സിരുത്തി പഠിച്ചിട്ടുള്ള വലിയ ശാസ്ത്രികൾ തന്നെയാണ്. പക്ഷെ കിം മന്ത്രേ കിമൗഷധി, ഔഷധി മന്ത്രവും തന്നെ 1-ാം കടയിലുള്ള ഒരു വ്യാധിയെ ഇന്ന് അവരെ രക്ഷപ്പെടുത്താൻ പറ്റൂല എന്നുള്ളത് തന്നെ ജ്യോതിശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഭക്തുകാമനാണ്, അന്തുകാമനാണ്, രണ്ടുകാമനാണ്. രണ്ടുകാമനെ എങ്ങനെയും ജയിക്കാം, പക്ഷെ അന്തുകാമന ഒരു തരത്തിലും ജയിക്കാൻ പറ്റില്ല ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അത് ആളെയും കൊണ്ടേ പോകില്ല എന്നുള്ള വ്യാധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഔഷധ സേവയോ ഒന്നും തന്നെ അവിടെ ചെല്ലൂല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പരമാർത്ഥം. അവിടെ പരമാത്മ മാത്രമേ അവരെ രക്ഷിക്കാൻ എത്തുള്ളൂ എന്നത് തന്നെയാണ്. ആ പരമാത്മ രക്ഷയ്ക്ക് വേണ്ടതായ ആത്മവിദ്യയെ അറിയുക എന്നുള്ളത് നമ്മൾ അടുത്തില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സൗഖ്യമായിട്ട് ജീവിക്കാൻ പറ്റും. ലോകവും കുറച്ച് സൗഖ്യമായിട്ടുണ്ടാവും, നമ്മൾ ചുറ്റുവട്ടതെല്ലാവരും നന്നായിട്ടുണ്ടാവും, നമുക്ക് ആ ടെൻഷൻ ഇല്ലാണ്ടിരിക്കാൻ പറ്റുന്നതാണ്. ഇവയിലൂടെയാണ് ഈ സോക്കെന്ന് അർത്ഥമാക്കുന്നത്. അജ്ഞാനസർപ്പദം സർപ്പദംശസ്യ ബ്രഹ്മജ്ഞാനോഷധം വിനാ കിമോ ഏതേശ ശാസ്ത്രേശ കിമോന്ത്രേ കിമൗഷധേ. മന്ത്രം എന്ത് ചെയ്യും, ഔഷധം എന്ത് ചോദിച്ചാൽ ആത്മവിത്തുക്കളായ വിദ്വാൻമാരെ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആ രക്ഷയിലേക്ക് പോകാൻ പറ്റില്ല. സകല വിധത്തിലുള്ള രക്ഷയും അതിലുണ്ട് എന്നുള്ളതാണ് താല്പര്യം. ആത്മസ്വരൂപമാണ് പറഞ്ഞത്. അപരോക്ഷാനുഭവ ആവശ്യകത. ഇനി അപരോക്ഷാനുഭവം എന്തിനാണ് അപരോക്ഷാനുഭവത്തിന്റെ ആവശ്യകത? നല്ലതാണ്. ഗച്ഛതി വിനാപാനം വ്യാധിരൗഷധ ശബ്ദത. അപ്പോ ഒരു വ്യാധിയുണ്ട്, അപരോക്ഷാനുഭവത്തിന്റെ ആവശ്യം ഉണ്ടാകും. അത് അധ്യാസം പോരെ. ഇതാണെന്നുള്ള അധ്യാസ ബുദ്ധിയാണ് നമുക്കുള്ളത്. ഇത് നമുക്ക് സ്പെഷ്യലായിട്ട് അറിയാം. അതുകൊണ്ട് ആരും ആരെപ്പോലെയും എല്ലാവരും സമനാണ്. എന്തുകൊണ്ട് വിചാരിച്ചാൽ പരമാത്മാവിന്റെ അംശമായതുകൊണ്ട് എല്ലാവർക്കും തുല്യമായ പൂർണ്ണത അടയാനുള്ള ശക്തിയുള്ളതുകൊണ്ട് ആർക്കും ഒന്നും കുറഞ്ഞതല്ല. എങ്കിലും നമുക്ക് ഇന്നത്തെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ സ്പെഷ്യലിസ്റ്റിന്റെ അടുക്കൽ നമ്മൾ ഓടിപ്പോകുന്നതിന്റെ കാരണം നമുക്ക് ആ തൽക്കാല ക്ഷേമത്തിന് വേണ്ടി മാത്രമാണ്, പശു പോകാൻ ആഹാരം കഴിക്കുന്നവരെ മാത്രമാണ്. അപ്പോൾ ഗച്ഛതി വിനാപാനം വ്യാധിരൗഷധ ശബ്ദത. ഒരു വ്യാധി ഉണ്ടെങ്കിൽ ഔഷധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം ആ വ്യാധി ഓടിപ്പോവില്ല. വ്യാധിക്കകത്ത് പേടിയില്ല, ഔഷധത്തിന്റെ പേര് കേൾക്കുന്നുണ്ട്. അത് അതാ സമയത്ത് കഴിച്ചാൽ മാത്രമേ ആ വ്യാധി കുറയുള്ളൂ. ഗച്ഛതി വിനാപാനം വ്യാധിരൗഷധ ശബ്ദത വിനാപരോക്ഷാനുഭവം. അപരോക്ഷാനുഭവം ഉണ്ടാവണം. പരോക്ഷമായിട്ടുള്ള അനുഭവം കൊണ്ട് നമുക്ക് ഒരാളെ പേര് കേട്ടാണ് പേടിയാവുന്നത് നമുക്ക് പരോക്ഷം. അതേപോലെ പേര് കേട്ടാൽ സന്തോഷമാകുന്നു നമുക്ക്. പ്രത്യക്ഷാനുഭവം നേരിട്ട് കാണുന്ന സമയത്ത്, മരുന്ന് കഴിക്കുന്ന സമയത്ത് വ്യാധി കുറയുന്നു നല്ലത്. വിനാപരോക്ഷാനുഭവം. അപരോക്ഷാനുഭവം എന്നുള്ളത് വിദ്വാൻകളുടെ വാക്യങ്ങൾ കേട്ട് ആ വൈദുഷ്യത്തിലിരുന്ന എഴുതി വീണുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ വിദ്വാനാണ് ശ്രമിക്കുക എന്നുള്ളത്. ബ്രഹ്മശബ്ദേ ഉച്യതേ.
പരോക്ഷാനുഭവം ബ്രഹ്മശബ്ദേർ നമുച്ചത് ബ്രഹ്മശബ്ദേർ നമുച്ചത് ബ്രഹ്മശബ്ദം കൊണ്ട് മാത്രമേ മുക്തി കിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത് 62-ാമത്തെ ശ്ലോകം പറഞ്ഞു.